ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ എല്ലാവരും ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ജലജയ്ക്കും അബിക്കും മാത്രം ഭയങ്കര പേടി. അവരാണെങ്കിൽ മുറിയിൽ ചെന്ന് ഭയങ്കരമായിട്ട് അന്വേഷിക്കുക. ജലജ താഴെയും കട്ടിലിൻ്റെ ഒക്കെ നോക്കുക, പക്ഷേ കാണുന്നില്ല. ഈശ്വര, ഇതെവിടെ പോയോ എന്തോ. ബാക്കിയുള്ളവരുടെ സമാധാനം കടത്താനായിട്ട് ഓരോന്നൊക്കെ രക്ഷപ്പെട്ട് പോയിക്കോളും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നവ്യ വരിക. അമ്മ എന്താ അന്വേഷിക്കുന്നേ? അതിൻ്റെ കമ്മലിലെ ആണി കളഞ്ഞു പോയി മോളെ. അയ്യോ, സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാ. കടക്കാർക്ക് പോലും സ്വർണത്തിനോട് ഇപ്പോൾ ഭയങ്കര പേടി തോന്നേണ്ട സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ കമ്മലിൻ്റെ അണിയൊക്കെ കളഞ്ഞാലോ അമ്മേ, ഞാനും കൂടെ നോക്കാം എന്നും പറഞ്ഞ് നവ്യയും എല്ലായിടത്തും നോക്കുക. അപ്പോൾ ജലജ, നോക്ക് നിനക്ക് കടി കിട്ടിയാലും നല്ലത് തന്നെയാ എന്നും ആലോചിച്ചുകൊണ്ട് ജലജയും അവിടെയൊക്കെ നോക്കുക. അങ്ങനെ നമ്മുടെ നവ്യയും ജലജയും മാറി മാറി പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ ജലജ അലമാര തുറന്നു. അലമാരയിൽ നിന്നും എല്ലാ തുണികളും താഴേക്ക് വീണു. അത് കണ്ടതും ജലജ ഒച്ചത്തിൽ ഒച്ചയിടുക. അത് കേട്ടതും നവ്യ ഓടി വന്നു. എന്താ അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല മോളെ, അലമാര തുറന്നപ്പോൾ തുണിയെല്ലാം താഴെ വീണു. അമ്മ എന്താ അലമാരക്കകത്ത് പാമ്പുണ്ടെന്ന് വിചാരിച്ചോ? പാമ്പാണ് അമ്മയുടെ മേത്തേക്ക് വീണെന്ന് കരുതിയോ? അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ, പെട്ടെന്നെല്ലാം കൂടെ താഴെ വീണപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അതൊക്കെ എടുത്തു വയ്ക്കുക. ഓ, ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ അമ്മേ, സാരമില്ല, അത് കിട്ടും, ചിലപ്പോൾ അടിച്ചു വരുമ്പോൾ കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അങ്ങോട്ട് പോവുക. ഈ സമയം എൻ്റെ ഈശ്വര, ഈ പാമ്പ് കൊണ്ടാരം എവിടെ പോയി കിടക്കുവാണോ എന്തോ. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന അബിയാണ്. അബിയും ഇതേപോലെ കട്ടിലിൻ്റെ അടിയിലും ഷെൽഫിൻ്റെ അടിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നവ്യ വന്നിട്ട്, നീ എന്താടാ അന്വേഷിക്കുന്നത്? നിന്റെ കമ്മലിൻ്റെ അണിയും കളഞ്ഞു പോയോ? കമ്മലിൻ്റെ അണിയോ? എന്തൊക്കെയാ നവ്യ നീ പറയുന്നത്? അല്ല, നിന്റെ അമ്മയുടെ മുറി ചെന്നപ്പോൾ നിന്റെ അമ്മയും അവിടെയൊക്കെ അന്വേഷിക്കുമായിരുന്നു. ചോദിച്ചപ്പോൾ കമ്മലിൻ്റെ അണി കളഞ്ഞു എന്ന് പറഞ്ഞു. നിന്റെ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ തോന്നുന്നത്. എന്താ സംഭവം? നിന്റെ കമ്മലിൻ്റെ അണിയും കളഞ്ഞു പോയോ? അത് കേട്ടത് എൻ്റെ നവ്യേ, ഞാൻ നോക്കിയത് എൻ്റെ കമ്മലിൻ്റെ അണിയൊന്നുമല്ല, എൻ്റെ ഇയർബഡ്സാ. അതിവിടെ ഇരിപ്പുണ്ടല്ലോ, നിനക്ക് എന്താ കണ്ണ് കാണത്തില്ലേ? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? സാരില്ല, ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ അതൊക്കെ നോക്കിയത്. നിങ്ങൾ അമ്മയ്ക്കും മോനും എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇതേ നവ്യെ, നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിനൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നീ അങ്ങോട്ടേക്ക് വരുന്നില്ല താഴേക്ക്? വരാം, എല്ലാവർക്കും അങ്ങോട്ട് പോവാം. എന്ത് ചെയ്യാനാ, പൂജയൊക്കെ ഭയങ്കര ആർഭാടായിട്ട് നടത്തുക. ഇനി നല്ല ഫംഗ്ഷനും നടക്കാൻ പോവുക. നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും ആരും ചെയ്തില്ലല്ലോ. അതെങ്ങനെ ചെയ്യാനാ? എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നപ്പോൾ നീയും നിന്റെ അമ്മയും കൂടെ അതിനെ കൊല്ലാൻ വരെ നോക്കിയതല്ലേ. അപ്പം നിങ്ങൾക്കില്ലാത്ത സ്നേഹം എങ്ങനെയാ അവർക്കുണ്ടാവുന്നത്? അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എനിക്കിതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും പിന്നെ നയനയുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നയനയാണ് ഇതിൽ ഞാൻ സന്തോഷിക്കുന്നതെങ്കിലും ആദർശം എന്ന് പറയുന്നവൻ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ദേഷ്യം പെരുത്ത് കയറുക. പിന്നെ എന്ത് ചെയ്യാനാ, എല്ലാം സഹിച്ചല്ലേ പറ്റൂ. ആ തെറ്റ് ചെയ്തത് നീ എങ്ങാനും ആയിരുന്നെങ്കിൽ എൻ്റെ അബി, പിന്നെ ഇവിടെ ആരും നിന്നെ വെച്ചേക്കില്ലായിരുന്നു. അത് ശരിയാ നവ്യെ നീ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്കെല്ലാം സഹിച്ചല്ലേ പറ്റൂ. അതെ, അത് ശരിയാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്കെല്ലാം സഹിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യയും ഇങ്ങനെ നിൽക്കുക. ഈ സമയം എല്ലാവരും പലഹാരമൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുകയാണ് ഹോളിൽ. അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുത്തശ്ശിയും ചോദിക്കുക, അല്ല നയനമോൾ എവിടെ? അവർ സ്നേഹിക്കുക മുത്തശ്ശ? സ്നേഹിക്കുകയാണെന്നോ? അതെ, അവരെ ഭാര്യയും ഭർത്താവും നന്നായിട്ട് സ്നേഹിക്കുക. ഞാനതറിയാണ്ട് അങ്ങോട്ടേക്ക് പോയി ചെന്ന് കയറി. എനിക്കാകെ നാണക്കേടായി. അവർ സ്നേഹിക്കുന്നിടത്തേക്ക് നീ എന്തിനാടാ വലിഞ്ഞു കയറി ചെന്നത്? എൻ്റെ അമ്മയെ, ഞാൻ ചെന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓടിക്കയറി ചെന്നത്. പക്ഷെ ഞാൻ ചെന്നത് അവർ കണ്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഇഷ്ടം പോലെ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ പലഹാരവും നയനമോൾക്ക് കൊടുക്കണം, അത്രയ്ക്ക് സന്തോഷമാണ്. നയനമോളാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഭയങ്കര ഇതൊക്കെ നോക്കിയ ആളാണ്. അപ്പോൾ ഇപ്പോൾ നയനമോളുടെ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം നയനെ ആദർശം എത്തുക. വാ മക്കളെ, ഇവിടെ ഇരിക്കി എന്നും പറഞ്ഞവർ വിളിക്കുക. അപ്പോൾ രണ്ടുപേരും അവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ ജലജയും അഭിയാണെങ്കിൽ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇത് എവിടെ പോയോ എന്തോ. ഇതെല്ലാം നന്ദു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നന്ദു ചോദിക്കുക, എന്താ ചേച്ചിയുടെ അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും ഒരു പരിങ്ങല്, അവരെന്താ ഇങ്ങോട്ട് വരാത്തത്? അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ തീരെ താല്പര്യമൊന്നുമില്ല. അത് മാത്രമല്ല എനിക്കുമില്ല. പിന്നെ നയനയുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. നയനയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ നയനയുടെ അടുത്തിരിക്കുന്നത് ആദർശം എന്ന് പറയുന്നവനെ കാണുമ്പോൾ അവനെ എനിക്ക് തല്ലിക്കൊല്ലാനാണ് തോന്നുന്നത്. ചന്തുമോളുടെ അച്ഛനായിട്ട്
ഇപ്പൊ അവൻ ആദ്യമായിട്ട് അച്ഛനാവാൻ പോകുന്ന പോലെയാ നടക്കുന്നത്. വല്ലാത്തൊരു കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ നിൽക്കുമ്പോൾ ചേച്ചി ആദർശേട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം നയനേച്ചിക്കുണ്ട്. പിന്നെ ചേച്ചിക്ക് എന്താ പ്രശ്നം? എന്നാലും അയാൾ ഒരു തെറ്റുകാരനാണെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് അയാളെ സ്നേഹിക്കാൻ തോന്നുന്നില്ല നന്ദു. ചേച്ചി അങ്ങനെയൊക്കെ പറയുന്ന ചേച്ചിയുടെ മനസ്സിൽ അസൂയ ഉണ്ടാ? എനിക്ക് അസൂയൊന്നുമില്ല. അയാളെ ഒരു പക്കാ ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയം നന്ദുവിനാണെങ്കിൽ കലിയും കയറിയിട്ട് തുറിച്ച് നോക്കുക രണ്ടെണ്ണത്തിനെ. പക്ഷെ അപ്പോഴും രണ്ടെണ്ണത്തിന്റെ മുഖത്തും നല്ല പരിങ്ങലുണ്ട്, നല്ല ടെൻഷനുണ്ട്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അത്? എന്തിനായിരിക്കും ഇവരിങ്ങനെയൊക്കെ നോക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തോ കാണാതായ പോലെയാ രണ്ടെണ്ണം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാ. ഈ സമയം നയനെ അവിടെ പിടിച്ചിരുത്തി ഓരോരുത്തരായിട്ട് പലഹാരം വായിൽ വെച്ച് കൊടുക്കുക. ആദ്യം നമ്മുടെ പിന്നെ ദേവയാനിയും ജയനും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ ഓരോരുത്തരായിട്ട് പലഹാരമൊക്കെ വായിൽ വെച്ച് കൊടുക്കുക. അപ്പൊ നയന, അതെ, എല്ലാവരും കൂടി ഇത്രയും പലഹാരം തന്നാ എനിക്ക് തിന്നാൻ പറ്റില്ല കേട്ടോ. അത് സാരമില്ല, ഇതെല്ലാം മോൾക്കുള്ളതാ. മോള് തന്നെ കഴിച്ചു തീർക്കണം. കുഞ്ഞുവാവയ്ക്ക് ആരോഗ്യവും സന്തോഷവും ഒക്കെ വേണ്ടേ, അതിന് മധുരം തന്നെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന് ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം എടാ അബി, എനിക്ക് പേടിയാവുന്നടാ. ആ പാമ്പ് എങ്ങോട്ട് പോയിന്ന് അറിയില്ലല്ലോടാ. എനിക്കും അറിയില്ലമ്മേ. എന്തായാലും നമുക്ക് നോക്കാം. അമ്മ ധൈര്യമായിട്ടിരിക്കേ. ഇത്ര ആൾ കൂടി നിൽക്കുന്നോണ്ട് പാമ്പ് എന്തായാലും എങ്ങോട്ടേക്ക് വരില്ല. ധൈര്യമായിട്ട് നിൽക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ എത്ര സമാധാനിപ്പിച്ചിട്ട് സമാധാനമാവുന്നില്ല. ജലജ അവിടെയൊക്കെ തന്നെ നോക്കുക. പാമ്പ് ഭണ്ഡാരം എങ്ങോട്ട് പോയോ എന്തോ. മനുഷ്യനാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് മേളിൽ നിന്ന് ഒരു ജമന്തിമാല താഴേക്ക് വീഴുക. അതും ജലജയുടെ കാലിലേക്ക്. എൻ്റെ അമ്മോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഒച്ചത്തിൽ നിലവിളിച്ചൊരൊറ്റ ചാട്ടം. എന്തു പറ്റി എന്നും എല്ലാവരും ചോദിക്കുക. ഞാൻ പേടിച്ചു പോയമ്മേ. പെട്ടെന്നത് മേളിൽ നിന്ന് വന്ന് വീണപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതെന്താ, വല്ല പാമ്പും വന്ന് വീണാന്ന് നീ വിചാരിച്ചോ? സത്യമായിട്ടും അങ്ങനെയാ കരുതിയത് എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ചന്തുമോളും ഇറങ്ങി വരികയാണ്. അപ്പോൾ പാമ്പ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ചന്തുമോള് ഭാഗ്യം കൊണ്ട് പാമ്പ് കണ്ടില്ല. ഈ സമയം പതുക്കെ അവരെല്ലാവരും താഴെ, ചന്തുമോള് താഴെ ഇറങ്ങി വന്ന് നിന്നു. ദേവയാനിയുടെ അടുത്ത്, വാ മോളെ, മോളും പലഹാരം എടുത്തോ. അങ്ങനെ എല്ലാവരും പലഹാരമൊക്കെ എടുത്ത് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പാമ്പ് നല്ല സ്ലോ മോഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജലജയ്ക്കാണെങ്കിൽ പലഹാരം തിന്നുന്നതിലൊന്നും ഇതില്ല. പേടിച്ച് അവിടെയൊക്കെ നിൽക്കുക. ദൈവമേ, പലഹാരം തിന്നാൻ പോലും പറ്റുന്നില്ല പാമ്പ് കാരണം. ഈ പാമ്പിനി എങ്ങോട്ട് പോയോ എന്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക. ഇനി നമുക്കൊരു സെൽഫി എടുത്താലോ? സെൽഫി എടുക്കാം. അപ്പോഴത്തേക്കും അനി നന്ദുവിന് വിളിക്കുക, അങ്ങോട്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നന്ദു പതുക്കെ ആരും കാണാണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക. ഈ സമയമാണെങ്കിൽ അങ്ങോട്ടേക്ക് ചെന്നതിന് ശേഷം അനി നന്ദുവിൻ്റെ വായിൽ ലഡ്ഡു വെച്ച് കൊടുക്കുക. അപ്പോൾ നന്ദു അനിയുടെ വായിലും ലഡ്ഡു വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ലഡ്ഡു ഒക്കെ കഴിച്ച് ആരും കാണാതെ ആരവിടെ നിന്നു. അപ്പോൾ ജലജ, എടാ ഇപ്പോൾ അബിക്ക് ഒരു കുഞ്ഞുണ്ട്, ഇനി നയനയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കും. അപ്പോൾ അബിക്ക് അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞായി, ആദർശന് അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞായി. ഇനി നിനക്ക് എപ്പോഴാ ഒരു കുഞ്ഞുണ്ടാവുന്നത് എന്നും നമ്മുടെ ജലജയുടെ ചോദ്യം കേട്ട അബി, അനി എനിക്കിപ്പോൾ കുഞ്ഞൊന്നും വേണ്ട, ഇപ്പം കല്യാണമേ വേണ്ട. അതെന്താടാ കല്യാണം വേണ്ടത്? നല്ലൊരു ബന്ധം ഒത്തു വന്നാൽ നിന്നെ പിടിച്ചങ്ങ് കെട്ടിക്കും, അത് ഉറപ്പാ എന്നും നമ്മുടെ ജാനകി. അത് കേട്ടതും അനി നന്ദുവിനെ നോക്കുക. എന്തായാലും അനിയുടെ കല്യാണം അവിടെ നിൽക്കട്ടെ. ആദ്യം അവൻ്റെ കല്യാണം നടക്കണം. നവീൻ്റെ അവൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന് അനിയോട് പറഞ്ഞില്ലേ? അത് പറഞ്ഞു മുത്തശ്ശ. അതാരാണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അവൻ്റെ കല്യാണം നടത്താനുള്ള ഏർപ്പാട് നടത്തണം. എൻ്റെ കേസ് നടത്തിയിട്ട് എന്നെ വിജയിപ്പിച്ചിട്ട് അതിലൊരു രൂപ പോലും മേടിക്കാതിരുന്ന ആളാ. അതുകൊണ്ട് ആ കടമൊക്കെ നമുക്ക് കല്യാണത്തോടെ അങ്ങ് വീട്ടാം എന്നൊക്കെ പറയുക അവർ. അത് ശരിയാ. നവീൻ്റെ മനസ്സിലെ പെണ്ണാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അവൻ്റെ മുത്തശ്ശനോട് പറഞ്ഞ് ആ കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന എല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പാമ്പ് ജലജയുടെ സാരിയുടെ ഇടയിലേക്ക് കയറുക. സാരിയുടെ ഇടയിലേക്ക് കയറിയിട്ട് ജലജയുടെ കാലിനിട്ട് ഒരൊറ്റ കൊത്തും കൊത്തി അങ്ങ് പോയി. അത് കണ്ടതും ജലജ, അയ്യോ അമ്മേ, എന്നെ കടിച്ചു. എന്ത് കടിച്ചു? എന്താ ജലജ നിനക്ക് പറ്റിയത്? കുറേ നേരമായല്ലോ എന്നെ കടിച്ചു, പാമ്പ് കടിച്ചു. പാമ്പോ? നീ എന്താ ഇത്രയും പേടിച്ചു നിൽക്കുന്നത്? പാമ്പ് എങ്ങനെ ഈ വീട്ടിൽ വരാനാ? കടിച്ചതാ, പാമ്പ് തന്നെയാ കടിച്ചത്. നിനക്കെന്താ വട്ടാണോ ജലജെ? അല്ല, ഇന്നലെ രാത്രി ഞാനൊരു പാമ്പ് കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടതാ. ആ പാമ്പ് എന്നെ കടിച്ചു. അതുകൊണ്ടാ ഞാൻ ഇത്രയും നേരം പേടിച്ച് നിന്നത്. എനിക്ക് മുഴുവനും പേടിയായിരുന്നു പാമ്പ് എന്നെ കടിക്കുമോ എന്ന്.
ഇപ്പൊ പാമ്പ് കടിച്ചു. അത് കേട്ടതും ജലജ അവിടെ പറഞ്ഞുകൊണ്ട് തന്നെ തളർന്നിരുന്നു. ഇരുന്നതിന് ശേഷം നോക്കിയപ്പോൾ എല്ലാവർക്കും വിശ്വാസമായില്ല. ജലജ പറയുന്ന കള്ളമാണെന്ന് കരുതിയിരുന്നു. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, ഒന്നും കടിച്ചിട്ടുണ്ടാവില്ല. കടിച്ചു, ദേ നോക്ക്, എൻ്റെ കാല് നോക്ക്, കടിച്ചത് പാമ്പ് തന്നെയാ. അയ്യോ അമ്മേ അമ്മേ, അമ്മയ്ക്കൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് അബിയാണെങ്കിൽ പേടിച്ചു വിറച്ചിങ്ങനെ നിൽക്കുക. അതെ, അബി വെച്ചത് അബിയുടെ അമ്മയ്ക്ക് തന്നെ തിരിച്ചടിയായി കിട്ടിയെന്നുള്ളതാണ് സത്യം. ഈ സമയം ജലജ ഇങ്ങനെ തളർന്ന പോലെ ആവുക. ഈ സമയമാണെങ്കിൽ ഇളച്ച ഒന്ന് വാ കൊച്ചിന് അമ്മയും കൊണ്ടൊന്ന് ആശുപത്രി പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറെടുത്ത് ജലജയും തൂക്കിക്കൊണ്ട് പോവുക. ഈ സമയം നന്ദുവിന് വല്ലാത്തൊരു സംശയം. എന്താ ഇവിടെ വല്ല പാമ്പുണ്ടല്ലോ, ഇനി ഈ പാമ്പിനെ എങ്ങനെ കണ്ടുപിടിക്കും? എനിക്കും പേടിയാവുന്നു. ജലജയെ പാമ്പ് കൊത്തിയല്ലോ, ഇനി പാമ്പ് എങ്ങനെയാ വീടിൻ്റെ ഉള്ളിൽ കയറിയത്? ഇത്രയും നേരം രണ്ടെണ്ണം നന്നായിട്ട് പരിങ്ങി നിന്നതാ, ഇനി അങ്ങനെ വല്ലതും കയറിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദു. അത് കേട്ടതും അവര് പരിങ്ങിയത് സ്വപ്നം കണ്ടിട്ടാണെന്ന് പറഞ്ഞില്ലേ, സ്വപ്നം കണ്ടതുകൊണ്ടാ അമ്മ പാമ്പിനെ പിടിച്ചു നിന്നത്. സ്വപ്നമൊക്കെ കണ്ടുവെന്ന് കരുതി പാമ്പൊക്കെ വീടിനകത്ത് കയറുമോ? എന്തൊക്കെയോ പന്തികേടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അമ്മയും മോനും മറയ്ക്കുക. നന്ദു, നീ വലിയ പോലീസ് ഓഫീസറാണെന്ന് കരുതി എന്ത് തോന്നിയാസം വിളിച്ചു പറയാമെന്ന് വിചാരിക്കണ്ട. അവർ പറഞ്ഞല്ലേ അവർ പേടിച്ചിട്ട് നിന്നേന്ന്. അമ്മയാ പാമ്പ് കൊത്തിയത്. അല്ല, ഇത്രയും വീടിനകത്ത് പാമ്പിനെ കൊണ്ടുവരാൻ മാത്രം ബുദ്ധിയില്ലാത്തവരാണോ എൻ്റെ അമ്മായി അമ്മയും ഭർത്താവും? അങ്ങനെയൊന്നും നീ കരുതണ്ട നന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ആകെ വയലൻ്റ് ആവുക. ശരി അത് വിട്, ഈ പാമ്പ് എവിടെയുണ്ടെന്ന് നോക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പാമ്പിനെയൊക്കെ നോക്കുക. അപ്പൊ ദേ ഇരിക്കുന്നു പത്തി വിടർത്തി തല ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മുരുകനെ കണ്ടതും എല്ലാവരും ഞെട്ടി. ഉഗ്രവിഷമുള്ള പാമ്പാണല്ലോ. ഈശ്വര, ഇനി ഈ പാമ്പ് എങ്ങനെ വീടിനകത്ത് കയറിയത്? അതാണ് ഒരു പിടിയും കിട്ടാത്തത്. പാമ്പുകൾക്ക് പിന്നെ ഏതിൽ വേണേലും കയറാമല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ ഇതിനകത്ത്? ദൈവമേ, നല്ല വിഷമുള്ള പാമ്പാ. ഇനി ജലജയുടെ കാര്യം എന്താവും? അപ്പൊ ജലജ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ മോനെ എന്നെ രക്ഷിക്ക്, ഞാനിപ്പോൾ ചാകും മോനെ, ഞാനിപ്പോൾ ചാകും. അമ്മാവ ഒന്ന് വേഗം വണ്ടി വിട്. ഇപ്പം എത്തോടെ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പാമ്പിനെ ഒന്ന് തല്ലിക്കൊന്നാലോ മോനെ, ഒരു വടിയെടുത്തുണ്ടോ? ഞാൻ കൊല്ലാച്ചാ മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് വേണ്ട ഇപ്പം ആരും കൊല്ലണ്ട, ഉഗ്ര വിഷമുള്ള പാമ്പാ, നമുക്ക് പാമ്പ് പിടുത്തക്കാരെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഫോണെടുത്ത് വിളിക്കുക. ഈ സമയം പാമ്പ് പിടുത്തക്കാരോ വന്നു. എവിടെയാ പാമ്പ് എന്നും ചോദിച്ചിട്ട് അയാൾ വന്നത്. അപ്പോഴത്തേക്ക് ഒരു പാമ്പിനെ കാണിച്ചു കൊടുത്തു. ഇവന് ഉഗ്രവിഷമുള്ള മുരുകനാണല്ലോ, ഇവനെ ഇത്തിരി മര്യാദ കൂടുതലാ, അതുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചേ നിൽക്കൂ. നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? അല്ല, പാമ്പ് കൊത്തിയാളെവിടെ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? കൊണ്ടുപോയി ചേട്ടാ, 10 മിനിറ്റ് കൊണ്ട് എത്തിയെന്നാ കേട്ടത്. അപ്പം കുഴപ്പമില്ല, ഇന്ന് തന്നെ തിരിച്ചു പോരാൻ പറ്റും. വൈകിയിരുന്നെങ്കിൽ ആളുടെ കാര്യം പോക്കായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ നോക്കി നിൽക്കുക. എടാ, പാമ്പ് വേലായതിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടും നീ പത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാണോ? അതെ, ഒരു ചാക്കും കെടുത്തേ, ഒരു നീളമുള്ള ചാക്ക്. അത് കേട്ടതും അതിന് ചാക്കെടുത്തുണ്ടെന്ന് കൊടുക്കുക. ചേട്ടാ ഇന്നാ. അപ്പോൾ അയാൾ ചാക്കുമായിട്ട് പതുക്കെ പാമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഈ സമയം പാമ്പ് ചീറ്റിക്കൊണ്ടേ ഇരിക്കുക. ഈ പാമ്പ് വേലായതിൻ്റെ അടുത്ത് നിന്റെ ചീറ്റലും കൂറ്റലും ഒന്നും വേണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ ചെന്ന് പാമ്പിൻ്റെ കഴുത്തിന് പിടിച്ച് പാമ്പിനെ പൊക്കിയെടുത്തു. പാമ്പാണെങ്കിൽ പാമ്പ് വേലായതിനെ മാത്രം ഒന്നും ചെയ്തില്ല, അയാളുടെ കയ്യിൽ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നു. ഈ സമയം ചാക്കിൻ്റെ ഉള്ളിൽ പാമ്പിനെ ആക്കിയിട്ട് നമ്മുടെ പാമ്പ് വേലായത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവരെ പേടിപ്പിക്കുമ്പോഴാ ഇവര് ഇതാകുന്നത്. എന്തായാലും ഇവനെ പിടിച്ചു. അല്ല, ഇത്ര വിഷം കൂടിയ പാമ്പ് എങ്ങനെയാണ് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കയറിയത്? അതാ അറിയാൻ പാടില്ലാത്തത്. ആ പാമ്പിന് വീടെന്നോ കാടെന്നോ ഒന്നും ഇല്ലല്ലോ, അത് കയറി വരുമ്പോൾ അതിനറിയില്ലല്ലോ ഇത് വീടാണെന്ന്. സാരമില്ല, ഇനി സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. എന്തായാലും പാമ്പിനെ ഇനി ഏതെങ്കിലും കാട്ടിക്കൊണ്ട് വിട്ടേക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോയി. അയാൾ പോയി കഴിഞ്ഞതും ഈശ്വര, എന്നാലും ഇത്രയും വിഷം കൂടിയ പാമ്പ് എങ്ങനെയാ വീടിനകത്ത് വന്നത്? എന്തോ സംശയമുണ്ടല്ലോ. ഞാൻ വന്നപ്പോൾ മുതൽ ഈ നവ്യേച്ചിയുടെ അമ്മായിയമ്മയും അഭിയേട്ടനും ഇങ്ങനെ എല്ലായിടത്തും ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. അതാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. നന്ദു, ഞാൻ പറഞ്ഞു അത് സ്വപ്നം കണ്ടുകൊണ്ട് അവരങ്ങനെ നിന്നേന്ന്, അല്ലാതെ വേറൊന്നുമില്ല. നീ വെറുതെ അനാവശ്യം പറയണ്ട. ഓരോന്നും എടുത്തിട്ട് ഇനി എൻ്റെ അഭിയേയും എൻ്റെ അമ്മായിയമ്മയും കുറ്റക്കാരാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നവ്യ വയലൻ്റ് ആവുക. അത് കേട്ടതും നമ്മുടെ നന്ദു ആലോചിക്കുകയാണ്. അതെ, പൂജ തുടങ്ങുന്ന സമയത്ത് പോലും അവർക്ക് നല്ല പരുങ്ങലുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ആ പാമ്പ് ഇവിടെ കയറിയത് അവർക്കറിയാം. ഇത്രയും അടച്ചുറപ്പുള്ള വീട്ടിൽ ഒരു പാമ്പ് കയറാൻ വഴിയില്ല.
അതിനർത്ഥം അവർ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇതുപോലുള്ള പാമ്പുകളെ അധികം ഇവിടെ കാണാനും കഴിയില്ല. പാമ്പ് പിടുത്തക്കാരുടെ കയ്യിലെ അങ്ങനെയുള്ള പാമ്പുകളും ഉണ്ടാവും. കണ്ടുപിടിക്കണം. എന്തായാലും നാളത്തോടെ എല്ലാം അവസാനിക്കും. അബിയൊന്നിങ്ങ് വന്നോട്ടെ. അവനെ പൂട്ടാനുള്ള എല്ലാ വഴികളും ഞാൻ തുറന്നു കഴിഞ്ഞു. അവന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു. ഇനി അവൻ്റെ അന്ത്യം കുറിക്കലാണ് എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലാർക്ക് ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.